ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീന ആൻ്റപ്പനോടും പൗലോസിനോടും ചോദിക്കുന്നുണ്ട്, ഈ ബാലൻസ് വരുന്നത് അരിയും പഞ്ചസാരയും പയറും വെളിച്ചെണ്ണയൊക്കെയാണോ? ഇത് കിണസാന്നും അറിയാമോ ഈ കൊടുക്കുന്നതൊക്കെ? ആൻ്റപ്പൻ പറയും, ഇല്ല, അവർ പാവപ്പെട്ടവരല്ലേ, അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുക്കും, പിന്നെ ബാലൻസ് വരുന്ന ഫുഡുമൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറയും. അപ്പോൾ അലീന പറയാം, ഓക്കെ, കുഴപ്പമില്ല. വന്നിട്ട് നിങ്ങളിപ്പോൾ വരുമല്ലേ എന്ന് ചോദിക്കും. വരുവാന്ന് പറയും. അലീന പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി കാണുന്ന സമയത്താണെങ്കിൽ ഡ്രൈവർ ബൈജു വരും. എന്നിട്ട് ബൈജു എന്ന് ചോദിക്കും, മോളെന്താ നോക്കുന്നേ? എൻ്റെ പറഞ്ഞല്ല, ഞാൻ ഒന്നും നോക്കുന്നില്ല, ഞാൻ ഇവിടെയൊക്കെ കാണുമായിരുന്നു, കൊണ്ടുവന്ന് എല്ലായിടത്തും കാണിച്ചില്ലയോ? എന്നിട്ട് അലീന പറയും, ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം വീണ്ടും കാണരുതെന്നുണ്ടോ? പറയും, ഇല്ല, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അലീന ബൈജുവിനോട് ചോദിക്കും, ചേട്ടൻ്റെ പേര് ബൈജു എന്നല്ലേ? അതെ, എൻ്റെ പേര് ബൈജു സെബാസ്റ്റ്യൻ പത്തനാപുരം. അതിന് ചേട്ടനൊന്നും വിളിക്കേണ്ട, എനിക്കധികം പ്രായമൊന്നുമില്ല. അന്നേരം പറയും, എന്നാലും എന്നേക്കാൾ മൂത്തതല്ലേ? കുറച്ചൊക്കെ മൂത്തതാ, അതുകൊണ്ട് ഞാൻ ചേട്ടനെ കളിയാക്കി വിളിച്ചതല്ല, ഞാൻ ബഹുമാനം കൊണ്ട് വിളിച്ചതാന്ന് പറയും. ബൈജു പറയും, അലീന കുഞ്ഞ് നേരത്തെ ഇത് എവിടെയായിരുന്നു? അലീന പറയും, എന്നെ കുഞ്ഞെന്ന് ഒന്നും വിളിക്കണ്ട, ഞാൻ കുഞ്ഞൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അലീനയെന്ന് വിളിച്ചാൽ മതി. ബൈജു പറയും, ഞാൻ ബഹുമാനം കൊണ്ട് വിളിച്ചതാ, എന്നെ അലീനയെന്ന് വിളിച്ചാൽ മതി. ബൈജു അപ്പോൾ ചോദിക്കും, നേരത്തെ എവിടെ നിന്നത്? അതേ, പാലായിലായിരുന്നു. ഞാൻ വളർന്നതെല്ലാം ഓർഫനേജിലാണ്. അത് പാലായിലായിരുന്നോ? അല്ല, അത് തിരുവനന്തപുരത്തായിരുന്നു. ബൈജു എന്തെങ്കിലും ചോദിക്കും അലീനയോട്, അവിടെ എന്തൊക്കെ ജോലി ചെയ്യുമായിരുന്നു? ഞാൻ പാലായി വീട്ടിലാണ് ജോലിക്ക് വന്നത്. അവിടെ ഞാനൊരു അമ്മച്ചിയെ നോക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നിട്ട് അമ്മച്ചിയെ നോക്കുമായിരുന്നു, അവിടുത്തെ കുക്കിങ് ചെയ്യുമായിരുന്നു, ക്ലീൻ ചെയ്യുമായിരുന്നു, എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ആ വീട്ടിലെ മക്കളുടെ ചേച്ചിയായി ഞാൻ പിന്നീട് ഞാൻ ആ വീട്ടിലെ അച്ഛൻ്റെ മകളായി. അങ്ങനെ ഞാൻ പിന്നീട് ഇവിടെ വന്നത്. ഞാൻ കേണൽ സാറിൻ്റെ മകളെന്ന് പറഞ്ഞിട്ട് ബൈജുവിനൊരു ഡൗട്ടുണ്ടല്ലേ? ക്ലിയർ ആയിട്ടില്ല അല്ലേ? എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് പിന്നെ ബൈജു ആണെങ്കിൽ പൗലോസിനോട് എന്ന് പറയും, ഞാനേ ആ പെണ്ണിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊക്കിയിട്ടുണ്ട്. ആ പെണ്ണ് നേരത്തെ ഒരു വീട്ടിൽ ഒരു മുത്തശ്ശിയെ നോക്കാൻ വന്നതാ, പിന്നെ അവിടുത്തെ സർവൻ്റായിരുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കേണൽ സാറിനുമായിട്ട് എന്തോ കണക്ഷനാക്കി മകളാന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ മകളൊന്നുമല്ല എന്നൊക്കെ ബൈജു പറയും. ഇതെല്ലാം ഞാൻ കേണൽ സാറിൻ്റെ വൈഫിനോടും ബന്ധുക്കളോടും ഒക്കെ വിളിച്ചു പറയാൻ പോവാം. അന്നേരം പൗലോസ് പറയും, നീ ആരോട് എന്തൊക്കെ പറഞ്ഞാലും ഒറ്റ ഒരു മനുഷ്യർ ഈ കോമ്പൗണ്ടിനകത്ത് കയറത്തില്ലല്ലോ, വരുന്നവരെല്ലാം ആ ഗേറ്റിൻ്റെ ഇവിടെ വരെയല്ലേ നിൽക്കത്തുള്ളൂ, ഇവിടുത്തെ പട്ടികളെ പേടിച്ച്. അപ്പോൾ ബൈജു പറയും, ഞാൻ അവതക്കുട്ടിച്ചായനെ എന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറയും. എന്നിട്ട് ബൈജു അവതക്കുട്ടിച്ചായനെ വിളിക്കും. അപ്പോൾ കുട്ടിച്ചായനോട് പറയും, ഇതുപോലെ അലീന വന്നിട്ടുണ്ടെന്നും ഒക്കെ പറയുമ്പോഴത്തേക്ക് അവതക്കുട്ടിച്ചായൻ മീശയൊക്കെ പിരിച്ച് റിപ്പോർട്ട് വെച്ച് അവതക്കുട്ടിച്ചായൻ അവിടുന്ന് പുറപ്പെടും അലീനയെ കാണാൻ വേണ്ടി. കടപ്പാട്ടൂർ കൃഷ്ണമോൾ ഇങ്ങനെ ചായ കുടിച്ചിങ്ങനെ സിറ്റോട്ടി ഇരിക്കുമ്പോഴാണെങ്കിൽ ബബിതയാണെങ്കിൽ കഴിക്കാൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ബബിതയോട് ചോദിക്കും, അമ്മ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു, അവിടെ എന്തോ കണക്കൊക്കെ നോക്കുക. അപ്പോൾ ബബിത കൃഷ്ണനോട് പറഞ്ഞു, അച്ഛനെ ഇതുവരെയും കാണുന്നില്ലല്ലോ. അന്നേരം പറഞ്ഞു, അച്ഛൻ വരും, ഇപ്പം വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അന്നേരം കൃഷ്ണമോള് പറയും, കുറച്ച് താമസിച്ച് വന്നാൽ മതി അച്ഛൻ, അത്രയും സമാധാനം. വന്നു കഴിയുമ്പോൾ ഇവിടെ അമ്മ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇരിക്കുവാന്നല്ലോ എന്ന് പറയും. അപ്പോഴാണ് ഈ ബാലചന്ദ്രൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും സിറ്റോട്ടി ഇരിക്കുമോ. വന്നിങ്ങോട്ട് കയറുമ്പോഴേ ചോദിക്കും, എന്താ അലീന ചേച്ചി എവിടെ അച്ഛാ കൊണ്ടുവിട്ടേ? അവിടെ ആരൊക്കെയുണ്ട്? അവിടെ എന്തോ അലീന ചേച്ചിക്ക് ജോലി? അവിടെ കുക്കിങ്ങിന് 2 പേരുണ്ടെന്ന് അലീന ചേച്ചി പറഞ്ഞു. ചേച്ചിയുടെ ജോലി എന്തുവാണെന്നൊന്നും പറഞ്ഞില്ല. അലീന ചേച്ചി അവിടെ സേഫാണെന്നോ അച്ഛാ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ബാലേട്ടൻ നീ ഒന്നും മിണ്ടായി നിൽക്കും. ബബ്ദി ചോദിക്കും, അച്ഛനെന്തോ ഒന്നും മിണ്ടാത്തത്? അന്നേരം പറയും, നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, അതെല്ലാം കേട്ടിട്ട് ആൻസർ പറയാമെന്ന് വിചാരിച്ചു. അച്ഛനെന്താ താമസിച്ചത് ഇതുവരെ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, ഞാൻ കടയിലും കയറിയിട്ടാണ് വന്നത്, അവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ടാണ് വന്നത്. ഇനി ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോക്ക് നടക്കത്തില്ലെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അവിടുത്തെ പണിയെല്ലാം തീർത്തിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛൻ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിപ്പൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അലീനെ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് അലീനയെ ഞാൻ വിളിച്ചില്ല, ഇന്ന് വിളിക്കാൻ പറ്റിയില്ല. അവളിവിടെ സേഫായിരിക്കും, അവിടത്തേക്കാൾ സേഫ് നിലവിൽ പിന്നെ ഇവിടെയുള്ളു, അതുകൊണ്ട് അവളവിടെ നല്ല സേഫായിരിക്കും. പിന്നെ ചെന്നതല്ലേ ഉള്ളൂ, അവിടെ ഉള്ളവരൊക്കെ അടുത്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മളെ മറക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത് പറയാം, അങ്ങനൊന്നും മറക്കത്തൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ബാലേട്ടൻ ചോദിക്കും, നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് എന്ത് ചെയ്യും? അതകത്തുണ്ട് എന്ന് പറയും. എന്തോ കണക്കൊക്കെ നോക്കുക. എങ്ങനെയുണ്ട്? അന്നേതൊരു മാറ്റവും ഇല്ല. അപ്പോൾ കൈതയ്ക്കൽ വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജയന്തിയായിട്ട് തന്നെ ഇവിടെ വന്നേക്കുന്നത് വീണ്ടും അല്ലേ? യാതൊരു മാറ്റവും ഇല്ല. ഇല്ല, അച്ഛനും എന്തൊക്കെ ചോദിക്കാനിരിക്കുക, ചോദിക്കട്ടെ
എന്ന് പറഞ്ഞ് അപ്പോൾ കൃഷ്ണ പറയും ഞാൻ ഇച്ചിരി ചായ എടുക്കാം. ആയിക്കോട്ടെ ചായ എടുക്കുക, ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി വന്ന് മേപ്പോട്ട് കയറി പോകുന്നേരം നമ്മുടെ വൈജാമ്മയുടെ വന്ന് ചോദിക്കും, ബാലചന്ദ്രൻ എവിടെയായിരുന്നു? ഇന്നലെ ഇവിടുന്ന് പോയതല്ലേ, കുളത്തൂപ്പുഴ അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ. ബാലേട്ടൻ പറയും കുളത്തൂപ്പുഴ കൊല്ലപ്പള്ളിക്കും അന്റാർട്ടിക്കയ്ക്കും ഇടയിലായിട്ട് വരുമെന്ന് പറയും. അലീനെ ഇന്നാണോ കൊണ്ടുവിട്ടത് ഇന്നലെയാണോ കൊണ്ടുവിട്ടത്, ഇത്രയും സമയം എവിടെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ പറയും നീ എവിടെയൊക്കെ പോന്നു, നീ എവിടെയും പോയിട്ട് വന്നല്ലോ, നീ എവിടെ പോയെന്നോ ആരുടെ കൂടെ പോയെന്നോ ഞാൻ നിന്നോട് ചോദിച്ചു. അന്നേരം പറയും ഞാൻ എവിടെ ആയിരുന്നെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എവിടെ പോയിട്ട് വന്നാലും എവിടെ പോയാലും ഞാൻ എവിടെ ആയിരുന്നെന്ന് പറയേണ്ടത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെവിടെ പോയിട്ട് വന്നാലും നിങ്ങളെവിടെ പോയതാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് പറയും. കൃഷ്ണമോൾ പറയും അമ്മയ്ക്ക് എന്താ, ഭർത്താവിനെയും മക്കളെ ഇട്ടിട്ട് അമ്മ പോയതല്ലയോ, ഒരു ദിവസം ആരോടും പറയാതെ രാത്രിയിൽ ഇറങ്ങിപ്പോയി ആക്സിഡൻറ്റ് ഉണ്ടാക്കി 2 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, എന്നിട്ട് വന്നിട്ട് പിന്നീടും ചാടിയും അമ്മ പോയതല്ലയോ ഭർത്താവിനെയും മക്കളെ ഇട്ടിട്ട്. അമ്മ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞങ്ങളിവിടെ എല്ലാം പോയി 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു അമ്മ, പിന്നെ എന്തിനാ അച്ഛനോട് ചോദിക്കാൻ പോകുന്നത്, അമ്മയ്ക്കിപ്പോൾ ഇവിടെ വോയിസ് ഇല്ല, ഉള്ള വോയിസും കൂടി ഇല്ലാതാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ദേഷ്യപ്പെട്ട് അങ്ങ് പോകും. അപ്പോൾ അത് കേട്ട് ബാലേട്ടൻ കയറിപ്പോവുന്നു. ബബിത ഇങ്ങോട്ട് വന്ന് വൈജോടി ചോദിക്കും വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ബബിത അങ്ങ് അകത്തോട്ട് കയറിപ്പോകും. അപ്പം വൈജാമാടം ഇങ്ങനെ നിൽക്കുക. ഈ അലീനെ അന്നെങ്കിൽ രേവതിക്കുട്ടിയെ വിളിക്കും. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് പറയും ഞാനിതുപോലെ കുളത്തൂപ്പുഴ വന്നു. അന്നേരം പറഞ്ഞു ഇതൊക്കെയാണ് രോഹിത്തേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ചേച്ചി ഇതുവഴി പിന്നെന്താ വരാഞ്ഞത്? അന്നേരം പറയും അച്ഛനോട് ഞാൻ പറഞ്ഞതാ, അപ്പം അച്ഛൻ പറഞ്ഞ് താമസമാകും എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി കുളത്തൂപ്പുഴ അവിടെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അന്നേരം പറയും കുളത്തൂപ്പുഴയിലോട്ട് എന്നെ കൊണ്ടുവിടുന്നെന്ന് അച്ഛൻ പറഞ്ഞത്. വന്ന വഴിക്ക് അച്ഛൻ എന്നോട് പറഞ്ഞത് സ്റ്റാൻലി ജോസഫ് എൻ്റെ പപ്പയാണ്, അതായത് ആഗ്രയിൽ വെച്ച് വൈജയന്തി മാഡത്തിനെ സ്നേഹിച്ച സ്റ്റാൻലി ജോസഫ്. ചേച്ചിയുടെ പപ്പ സത്യമാണോ ചേച്ചി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ആന്ന് സത്യമാണ്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാകും അലീനയുടെ പപ്പയെ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അന്നേരം പറയും അച്ഛൻ തിരക്കി പിടിച്ച് സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്തിയിട്ട് അങ്ങനെയാണ് സ്റ്റാൻലി ജോസഫ് എന്നെ ഏറ്റെടുത്തതെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.